ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. അർജന്റീനയുടെ അടുത്ത മത്സരത്തിലെ എതിരാളികൾ കേപ്പ് വെർദെയാണ്. വരുന്ന ശനിയാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 3:30 ഈ മത്സരം നടക്കുക. ഈ മത്സരത്തിലെ പോസിബിൾ ലൈനപ്പ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് അർജന്റീനയുടെ പരിശീലകനായ സ്കലോണിക്ക് ഇപ്പോഴും ചില സംശയങ്ങൾ ബാക്കിയാണ്. 2 സംശയങ്ങളാണ് ഇപ്പോൾ ബാക്കിയുള്ളത് എന്നാണ് ESPN അർജന്റീന റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ലെഫ്റ്റ് ബാക്ക് ആയിക്കൊണ്ട് ടാഗ്ലിയാഫിക്കോയെ കളിപ്പിക്കണോ, ഫക്കുണ്ടോ മെഡീനയെ കളിപ്പിക്കണോ? ഈ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കാൻ സ്കലോണിക്ക് കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ മുന്നേറ്റ നിരയിൽ സ്ട്രൈക്കർ ആയിക്കൊണ്ട് ലൗറ്ററോയെ കളിപ്പിക്കണോ, അതല്ലെങ്കിൽ ഹൂലിയൻ ആൽവരസിനെ കളിപ്പിക്കണോ? ഇതിലും ഒരു സംശയം ഇപ്പോഴും ബാക്കിയാണ് എന്നാണ് ESPN അർജന്റീന റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏതായാലും അർജന്റീനയുടെ സാധ്യത 11 ഇങ്ങനെയാണ്. ഗോൾ കീപ്പർ ആയിക്കൊണ്ട് എമിലിയാനോ മാർട്ടിനസ് തന്നെയായിരിക്കും. സെന്റർ ബാക്കുമാരായിക്കൊണ്ട് ക്രിസ്ത്യൻ റൊമേറോ, അതുപോലെ തന്നെ ലിസാൻഡ്രോ മാർട്ടിനസ് ഉണ്ടാകും. അതുപോലെ തന്നെ റൈറ്റ് ബാക്ക് ആയിക്കൊണ്ട് നൊഹുവേൽ മൊളീന, ലെഫ്റ്റ് ബാക്ക് ആയിക്കൊണ്ട് ഫക്കുണ്ടോ മെഡീന വരാനുള്ള ഒരു സാധ്യതയാണ് അവിടെയുള്ളത്. ഒരു പക്ഷേ ടാഗ്ലിയാഫിക്കോ വന്നേക്കാം. മധ്യനിരയിൽ എൻസോ ഫെർണാണ്ടസ്, അലക്സിസ് മാക്കാലിസ്റ്റർ, റോഡ്രിഗോ ഡീപോൾ, തിയാഗോ അൽമേഡ എന്നിവർ ഉണ്ടാകും. മുന്നേറ്റ നിരയിൽ മെസ്സിയും ലൗറ്ററോയും ഉണ്ടാകും. ഒരുപക്ഷേ ലൗറ്ററോയുടെ സ്ഥാനത്ത് ഹൂലിയൻ ആൽവരസ് വരാനുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഇങ്ങനെയാണ് അർജന്റീനയുടെ ഒരു പോസിബിൾ ലൈനപ്പ് ആയിക്കൊണ്ട് വരുന്നത്. മികച്ച ഒരു 11 തന്നെയാണ് സ്കലോണി ഇറക്കുക. ഏതായാലും കേപ്പ് വെർദെക്കെതിരെ ഒരു മികച്ച വിജയം അർജന്റീനയ്ക്ക് സ്വന്തമാക്കേണ്ടതുണ്ട്. പ്രതിരോധത്തിന് പേര് കേട്ട ഒരു ടീമാണ് കേപ്പ് വെർദെ. അത് ഗ്രൂപ്പ് ഘട്ടത്തിൽ അവർ തെളിയിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ മത്സരത്തിന്റെ തുടക്കത്തിൽ 1-2 ഗോളുകൾ സ്കോർ ചെയ്യാൻ കഴിഞ്ഞാൽ അത് അർജന്റീനയ്ക്ക് കാര്യങ്ങൾ അനുകൂലമാക്കുന്ന ഒരു കാര്യമായിരിക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.